ഹലോ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സെലിമാക്സിൻ്റെ റെറ്റിനോൾ ഷോട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് റെറ്റിനോൾ? റെറ്റിനോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇത് ശരിക്കും വർത്താണോ അല്ലയോ? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് റെറ്റിനോൾ എന്ന് നോക്കാം. ബേസിക്കലി റെറ്റിനോളും വൈറ്റമിൻ എ ഡെറിവേറ്റീവ് തന്നെയാണ്. പക്ഷേ റെറ്റിനോളിനെക്കാട്ടിലും കുറച്ചും കൂടെ പൊട്ടൻറ്റും സ്ട്രോങ്ങറും ആണ്. അതുകൊണ്ട് തന്നെ ഇത് വ്രിങ്കിൾസിൻ്റെയും കൊളാജൻ ബൂസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലുമൊക്കെ റെറ്റിനോളിനെക്കാട്ടിലും 11 ടൈംസ് ബെറ്റർ ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെക്കാട്ടിലും ഫാസ്റ്റായിട്ടും ബെറ്റർ ആയിട്ടുമുള്ള റിസൾട്ടായിരിക്കും റെറ്റിനോൾ ഉപയോഗിക്കുമ്പം ഉണ്ടാകുന്നത്. 0.1% നാനോ റെറ്റിനോൾ, മെട്രിക്സിൽ 3000, 1% പാന്തനോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം തന്നെ ബെസ്റ്റ് ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് ആണ്. സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും പോർസൊക്കെ ടൈറ്റൻ ആകാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും കൊളാജനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മൂന്നും. ഇതിലുള്ള മെട്രിക്സിൽ 3000 സ്കിന്നിന് കൊളാജൻ ബൂസ്റ്റ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ വ്രിങ്കിൾസ് ഒക്കെ മാറ്റി ഇലാസ്റ്റിസിറ്റി റീസ്റ്റോർ ചെയ്ത് കുറച്ചുകൂടെ യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഷോർട്ട് ടെക്നോളജി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് സ്കിന്നിലേക്ക് പെൻട്രേറ്റ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ സാഗിങ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 1% പാന്തനോൾ സ്കിന്നിന് ഇൻറ്റൻസ് ഹൈഡ്രേഷനും സ്കിന്നിൻ്റെ ബാരിയർ സ്ട്രെങ്തനിങ്ങിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഫോർമുല സ്കിന്നിൽ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും ടാർഗറ്റ് ഏരിയ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പം വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആക്റ്റീവ്സുമായിട്ട് കമ്പൈൻ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.